വെൽക്കം ബാക്ക്. ഇന്ന് ഒരു ബട്ടർ കേക്കിന്റെ റെസിപ്പി വീഡിയോ ആണ് ചെയ്യുന്നത്. ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, മിക്സ്ഡ് ഫ്രൂട്ട് കേക്ക് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ബട്ടർ കേക്ക് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബട്ടർ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബട്ടർ കേക്ക് തയ്യാറാക്കാൻ 160 ഗ്രാം മൈദ, 160 ഗ്രാം പഞ്ചസാര പൊടിച്ചത്, 3 മുട്ട, 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ്, വാനില എസൻസ്, മിൽക്ക് എസൻസ്, ഓയിൽ, പാല്, ബട്ടർ. കേക്ക് ബേക്ക് ചെയ്തെടുക്കാനുള്ള കേക്ക് ടിൻ തയ്യാറാക്കി വെക്കണം. ഞാനിവിടെ 6x8 ഇഞ്ചിലുള്ള റെക്റ്റാങ്കുലർ കേക്ക് ടിന്നാണ് അലൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. കേക്കിൻ്റെ മിക്സ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് 160 ഗ്രാം മൈദ ചേർക്കാം. മൈദയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും ചേർത്ത് നല്ലതുപോലെ അരിച്ചെടുക്കണം. 3 പ്രാവശ്യം അരിച്ചെടുക്കണം. ഇത് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക. ഇങ്ങനെ സീവ് ചെയ്ത മിക്സിനെ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഡ്രൈ ആയ ഒരു ബൗളിലേക്ക് 100 ഗ്രാം ബട്ടർ ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. റൂം ടെമ്പറേച്ചറിലായിരിക്കുന്ന ബട്ടർ വേണം എടുക്കേണ്ടത്. നല്ല സോഫ്റ്റ് കൺസിസ്റ്റൻസി ആവുന്നിടം വരെ ബീറ്റ് ചെയ്തെടുക്കാം. ശേഷം ഈ ബട്ടറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 160 ഗ്രാം പഞ്ചസാര പൊടിച്ചതും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര, ബട്ടർ, ഉപ്പ് ഇതെല്ലാം നല്ലപോലെ യോജിച്ച് വരുന്നിടം വരെയും ബീറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ യെല്ലോ ഷെയ്ഡ് മാറി ഒരു വൈറ്റ് ഷെയ്ഡ് ആവുന്നിടം വരെയും നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. അതാണ് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയും. ഇതുപോലെ ബീറ്റ് ചെയ്ത് എടുക്കണം. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് മുട്ട ചേർക്കാം. മുട്ട ഓരോന്നായിട്ട് ചേർക്കണം. 3 മുട്ട ഒറ്റയടിക്ക് ചേർക്കരുത്. ഓരോന്ന് വീതം ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. മൂന്നാമത്തെ മുട്ട ചേർക്കുന്ന സമയത്ത് വാനില എസൻസും മിൽക്ക് എസൻസും ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ വാനില എസൻസും 1/4 ടീസ്പൂൺ മിൽക്ക് എസൻസുമാണ് ചേർത്തിരിക്കുന്നത്. ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. ഓറഞ്ചോ പൈനാപ്പിളോ ബട്ടർ സ്കോച്ചോ എന്ത് വേണേലും ഇതിൽ ആഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതൊരു ബേസിക് വാനില ബട്ടർ കേക്കാണ്. എസൻസ് ചേർത്തതിന് ശേഷം 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ കേക്ക് മിക്സിൽ ചേർത്തത് കൊണ്ടാണ് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നത്. വിനാഗിരിയോ ലെമൺ ജ്യൂസോ ആഡ് ചെയ്യാവുന്നതാണ്. ശേഷം ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ചേർത്തെടുക്കാം. ആദ്യത്തെ പ്രാവശ്യം ചേർത്ത് കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ഫ്ലോറും മിക്സ് ചെയ്യുന്നതിനോടൊപ്പം എടുത്തു വച്ചിരിക്കുന്ന പാല് 2 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പാലും 2 ടേബിൾ സ്പൂൺ ഓയിലും ഫ്ലോറിൻ്റെ ഇടയിൽ കൂടി മിക്സ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കണം. കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ സ്പീഡിൽ ഇത് കുത്തി ഇളക്കി യോജിപ്പിക്കരുത്. പതുക്കെ വേണം ഇത് ഫോൾഡ് ചെയ്തെടുക്കാൻ. ശേഷം പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള അവനിൽ 180 ഡിഗ്രിയിൽ 35
അങ്ങനെ നമ്മുടെ ബട്ടർ കേക്ക് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അത് ബട്ടർ ചേർക്കുന്ന കൂട്ടത്തിൽ അല്പം ഓയിലും കൂടെ ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും. ബട്ടർ മാത്രമായിട്ട് ഉപയോഗിക്കുമ്പോൾ കേക്ക് കട്ടിയായിട്ട് വരും. അപ്പോൾ കേക്ക് തയ്യാറാക്കുമ്പോൾ ബട്ടറിൻ്റെ കൂട്ടത്തിൽ നെയ്യോ ഓയിലോ ചേർത്ത് ബേക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. അങ്ങനെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ബട്ടർ കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസിന് തുടക്കമായിട്ട് നിങ്ങൾ ഈ ഒരു ബട്ടർ കേക്ക് ഒന്ന് തയ്യാറാക്കി നോക്കുക. പ്ലെയിൻ കേക്ക് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ബട്ടർ കേക്ക് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.